പോയിന്റ്. ലാബ് 14 നമ്മൾ 3 ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഈ 3 ആക്ടിവിറ്റീസും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ആപ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ഈ ലാബിൻ്റെ എയിം ടു ഐഡൻറ്റിഫൈ എ ടാൻജൻറ്റ് ലൈൻ ഇൻ ടേംസ് ഓഫ് സീക്കൻറ്റ് ലൈൻസ്, to explore the geometrical interpretation of the derivative of a function at a point, to explore different cases of non-differentiability of a function at a point. ലാബിലേക്ക് കടക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ സീക്കൻറ്റ് ലൈൻ എന്താണെന്നൊന്ന് നോക്കിയിട്ട് പോകാം. Secant line to a curve is a line joining 2 points on the curve. Now this is graph of f of x equal to x square, and here there are 2 points on the curve P and Q. Line joining 2 points on the curve is known as secant line. ഈ curveന്റെ മുകളിലിരിക്കുന്ന 2 points ആണ് PQ. PQയിലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈനിനെയാണ് നമ്മൾ secant line എന്ന് വിളിക്കുന്നത്. ഗ്രാഫിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഡിസ്റ്റൻസ്, ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എ ആയിട്ട് എടുത്തു. നമ്മുടെ ഗ്രാഫ് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫാണ്. എക്സ് എഫ് ഓഫ് എക്സ് ആയിരിക്കും പിയുടെ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. അതായത് എക്സ് ഇവിടെ എ ആയതുകൊണ്ട് പിയുടെ കോർഡിനേറ്റ്സ് വരുന്നത് എ എഫ് ഓഫ് എ. ഈ ഡിസ്റ്റൻസ് ആണ് എഫ് ഓഫ് എ. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എഫ് ഓഫ് എ. അതായത് ഇവിടെ വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എ. സോ പി ഇസ് ദ പോയിന്റ് എ എഫ് ഓഫ് എ. ഇനി ഞാൻ ഇവിടെ ചെറിയൊരു ഡിസ്റ്റൻസ് എടുക്കാൻ പോവാണ്. ഈ ഡിസ്റ്റൻസ് എച്ച് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇവിടുന്ന് ഇവിടത്തേക്ക് എ, ഇവിടുന്ന് ഇവിടത്തേക്ക് എച്ച്. സോ ദിസ് ഡിസ്റ്റൻസ് ഇസ് എ പ്ലസ് എച്ച്. ഇപ്പോൾ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരിക്കും? കർവിൻ്റെ മുകളിലിരിക്കുന്ന പോയിന്റാണ് ക്യൂ. കറസ്പോണ്ടിങ് ടു എക്സ് ഈക്വൽ ടു എ പ്ലസ് എച്ച്, കോർഡിനേറ്റ്സ് ഓഫ് ക്യൂ. Now this distance is a plus h, so q is the point a plus h f of a plus h. കർവിൻ്റെ മുകളിൽ വരുന്ന പോയിന്റ് ആണ് q. അപ്പോൾ എക്സ് എ പ്ലസ് എച്ച് ആകുന്ന സമയത്ത് ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എ പ്ലസ് എച്ച് ആയിരിക്കും. സോ ക്യൂ ഈസ് എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് എച്ച്. അപ്പോൾ നമുക്കിവിടെ 2 പോയിന്റ്സ് കിട്ടി. ഏതൊക്കെയാ? പി എ എഫ് ഓഫ് എ, ക്യൂ എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഇപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വാട്ട് ഈസ് സ്ലോപ്പ് ഓഫ് എ ലൈൻ വിച്ച് പാസസ് ത്രൂ 2 points x1 y1 ആൻഡ് x2 y2? സ്ലോപ്പ് ഓഫ് ലൈൻ ഈസ് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം. സ്ലോപ്പ് ഓഫ് ലൈൻ എം ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. ഇതാണ് നമ്മുടെ x1 y1 x2 y2. സോ y2 മൈനസ് y1 ഇസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ divided by x2 minus x1, a plus h minus a. So we get slope m equal to f of a plus h minus f of a divided by a plus h minus a. A cancel ചെയ്ത് പോകും, h വരും. So slope of secant line is f of a plus h minus f of a divided by h. ഇപ്പോൾ നമ്മൾ secant line എന്താണെന്ന് നോക്കി, അതിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കി. ടാൻജൻറ്റ് ലൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ടാൻജൻറ്റ് ലൈൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? Tangent line to a circle is a line touches the circle at exactly 1 point. ഇപ്പോൾ ഇവിടെ സർക്കിൾ നോക്കിയേ, ഈ സർക്കിളിൽ വരുന്ന ഒരു പോയിന്റ് ആണ് പി. ടാൻജന്റ് ത്രൂ പി ഇസ് എ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ പോയിന്റ് പി. ടാൻജന്റ് ടച്ചസ് ദിസ് കർവ് എക്സാക്ട്ലി അറ്റ് 1 point. അത് മാത്രമല്ല ഇവിടെ ഒരു കാര്യം കൂടി നമുക്കറിയാം. ടാൻജന്റ് ഇസ് പെർപെൻഡിക്കുലർ ടു റേഡിയസ്. ഈ ഒരു ഡെഫിനിഷൻ എല്ലാ കേർവിനും ശരിയാകുമോ എന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. നമ്മൾ സൈൻ എക്സിൻ്റെ കേർവ് ഒന്ന് എടുത്ത് നോക്കാം. Now consider tangent to this point P. P is the point pi by 2, 1. X coordinate is pi by 2, y coordinate is 1. Now this is a tangent line through the point P. ഈ ഒരു പോയിന്റിൽ മാത്രമാണോ ഈ ടാൻജൻറ്റ് ലൈൻ ടച്ച് ചെയ്യുന്നത്? നമുക്ക് കാണുമ്പോൾ തന്നെ ഇവിടെ തന്നെ 2-3 പോയിന്റ്സ് ഉണ്ട് ഇതല്ലാതെ അല്ലേ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് പൈ ബൈ 2 1, 9 പൈ ബൈ 2 1, -3 പൈ ബൈ 2 1. അപ്പോൾ ഈ പോയിന്റ്സിലൂടെ നമ്മൾ ടാൻജൻറ്റ് ലൈൻ കടന്നു പോകുന്നുണ്ട്. ഈ 4 പോയിന്റ്സ് മാത്രമല്ല, ഇൻഫിനിറ്റ്ലി മനി പോയിന്റ്സിലൂടെ ഈ ടാൻജൻറ്റ് ലൈൻ കടന്നു പോകും. അപ്പോൾ എക്സാക്ട്ലി 1 പോയിന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്തായിരിക്കും ഡെഫിനിഷൻ ഓഫ് ടാൻജൻറ്റ്? എന്തായിരിക്കും? ഇപ്പോൾ ഈ ലാബിൻ്റെ അവസാനം നമുക്ക് നല്ലൊരു ഡെഫിനിഷൻ കിട്ടും. ടാൻജൻറ്റ് ലൈനിൻ്റെ ഡെഫിനിഷൻ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ആക്ടിവിറ്റി 14.1 ജോമെട്രിക് മീനിങ് ഓഫ് ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ്. നമ്മുടെ ആപ്ലെറ്റിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആപ്ലെറ്റിൽ എന്തൊക്കെ വേണം. ഇപ്പോൾ ഒരു കേർവ് വേണം. ഇത് ഏത് കേർവാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ.
ആദ്യം നമ്മൾ ഇൻപുട്ട് ബോക്സിൽ എക്സ് ക്യാപ് 2 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടും. എന്നിട്ട് നമുക്കൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഫംഗ്ഷനിന് ഒരു ഇൻപുട്ട് ബോക്സ്. പിന്നെ ഇവിടെ രണ്ട് സ്ലൈഡർ കാണുന്നുണ്ട്, സ്ലൈഡർ എ ആൻഡ് സ്ലൈഡർ എച്ച്. സ്ലൈഡർ എക്ക് ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ട്. പിന്നെ ഇരിക്കുന്നത് സീക്വൻറ്റ് ലൈൻ, ഈ ഗ്രീനിൽ കാണുന്ന സീക്വൻറ്റ് ലൈൻ, അതിനൊരു ചെക്ക് ബോക്സ്. പിന്നെ ബ്ലൂവിൽ കാണുന്ന ഒരു ടാൻജൻറ്റ് ലൈൻ, പിന്നെ ടാൻജൻറ്റ് ലൈനിന് ചെക്ക് ബോക്സ്. ഇത്രയും കാര്യങ്ങൾ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലെറ്റ് റെഡിയാകും. അതിൻ്റെ പ്രൊസീജിയർ ഒബ്സർവേഷൻ ബുക്കിൽ എഴുതിയിട്ട് അതുപോലെ ചെയ്താൽ മതി. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ആപ്ലെറ്റ് റെഡിയാക്കി എടുക്കാം. Procedure. Draw the graph of f of x equal to x square. Input x cap 2. Create input box for f of x. Now second one, create a number slider a with increment 0.1. Create input box for a. Third one, create slider h with minimum value -1, maximum 1, increment 0.001. ഓക്കെ, ഈ ഇൻക്രിമെൻ്റ് നമുക്ക് ഇനിയും കുറക്കാൻ വേണമെങ്കിൽ 0.0001 വേണമെങ്കിലാക്കാം. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 0.001. Next step is plot points P, A, f of A and Q, A plus H, f of A plus H. P and Q are 2 points on the curve f of x. Draw line PQ using line tool. PQ line tool ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്യണം. ആൻഡ് ഡ്രോ ടാൻജൻറ്റ് അറ്റ് പി. ടാൻജൻറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് പി എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജൻറ്റ് ലൈൻ വരക്കണം. നമുക്ക് ജിയോജിബ്രയിൽ ചെയ്യുമ്പോൾ മനസ്സിലാകും എങ്ങനെ വരക്കേണ്ടതെന്ന്. Create checkbox for tangent line and secant line. Insert text m equal to f of a plus h minus f of a by h. ഈ സ്റ്റെപ്പ് അത്യാവശ്യമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ അവിടെ ടെക്സ്റ്റ് ഇതുപോലെ ഇരിക്കുന്ന ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാം. അത് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് ജിയോജിബ്രയിൽ വെച്ച് കാണാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം. ഓൾജിബ്രിക് വേവിൽ എമ്മിൻ്റെ വാല്യൂ ഉണ്ടാകും. നമ്മളിത് എം ഇൻപുട്ട് ബാറിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ് നമുക്ക് അവിടെ കാണാൻ പറ്റും, ഓൾജിബ്ര വേവിൽ കാണാൻ പറ്റും. ആ എമ്മിൻ്റെ വാല്യൂവിനെ ഡ്രാഗ് ചെയ്തിട്ട് ഗ്രാഫിക്സിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പിൽ വരുന്ന മാറ്റം ഒബ്സർവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഈ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എം. ഇതെന്താണ്? സ്ലോപ്പ് ഓഫ് സീക്കൻ്റ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ടെക്സ്റ്റ് ഇതുപോലെ ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. സ്ലോപ്പ് ഓഫ് സീക്കൻ്റ് എം ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച്. ഇപ്പോൾ ഗ്രാഫിക്സ് വ്യൂവിൽ നമുക്ക് സ്ലോപ്പ് കാണും. സ്ലോപ്പിൽ വരുന്ന മാറ്റം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്ലൈഡർ എച്ച് മൂവ് ചെയ്യുമ്പോൾ സ്ലോപ്പ് മാറും. അത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വളരെ ഈസിയാണ്. About the applet. In this applet, the graph of a function f of x is given f of x equal to x square. A is a number. We can change its value using input box for it. P is the point A f of a on the graph. By clicking on the tangent checkbox, we can show or hide the tangent at P. H is a slider and Q is the point A plus H f of A plus H on the graph. By clicking on the secant checkbox, we can show or hide the secant line, the line joining P and Q. ഇപ്പോൾ നമുക്ക് ആദ്യം ആപ്ലെറ്റ് റെഡിയാക്കാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫോൺ സൈസ് കുറച്ച് കൂട്ടിയേക്കാം. നമുക്ക് ഈ ഗ്രിഡ് ആവശ്യമില്ല. റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വിൻഡോ വരും. ഗ്രിഡ് ക്ലിക്ക് ചെയ്യുക. ഗ്രിഡ് ഹൈഡ് ചെയ്ത് വെക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് വരക്കേണ്ടത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ, എക്സ് ക്യാപ് 2. ഗ്രാഫിൻ്റെ കളർ നമുക്ക് മാറ്റിയേക്കാം. റൈറ്റ് ക്ലിക്ക് കൊടുക്കണം. ഇതുപോലെ വിൻഡോ വരും. കളർ സെലക്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ കൊടുക്കാം. ലേബിൾ ആവശ്യമില്ലെങ്കിൽ ഫംഗ്ഷൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. ഷോ ലേബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലേബിൾ, ഇവിടെ ഉണ്ടായിരുന്ന ലേബിൾ പോകും. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇനി നമ്മൾ ഫംഗ്ഷന് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. സ്ലൈഡറിൻ്റെ ഏറ്റവും താഴെ വരുന്ന ടൂളാണ് ഇൻപുട്ട് ബോക്സ്. അതിൽ ക്ലിക്ക് ചെയ്യണം. ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്യണം. ഫംഗ്ഷനാണ് നമ്മൾ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ക്യാപ്ഷൻ ഇസ് ഒന്നെങ്കിൽ ഫംഗ്ഷൻ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എഫ് മാത്രം കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എഫ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ നമ്മുടെ ഫംഗ്ഷനുമായിട്ട് ലിങ്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വന്നു. അതുമായിട്ട് ലിങ്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഫംഗ്ഷന് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ലൈഡർ ടൂൾ എടുക്കുക. ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ വിൻഡോ വരും. അവിടെ നമ്പർ സ്ലൈഡറാണ്. എ തന്നെയാണ് പേരിരിക്കുന്നത്. മാറ്റേണ്ട ആവശ്യമില്ല. മിനിമം മാക്സിമം വേണമെങ്കിൽ നമുക്ക് മാറ്റാം. -5 5 ആണ് ഇവിടെ ഇരിക്കുന്നത്. -10 10 വേണമെങ്കിൽ നമുക്ക് ആക്കി വെച്ചേക്കാം. ഇൻക്രിമെൻറ്റ് 0.1. ഓക്കെ, ഇപ്പോൾ സ്ലൈഡർ എ ക്രിയേറ്റ് ചെയ്തു. ഇനി സ്ലൈഡർ എക്ക് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇൻപുട്ട് ബോക്സ് ടൂൾ സെലക്ട് ചെയ്യുക. ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്യുക. സ്ലൈഡർ എക്കുള്ള ഇൻപുട്ട് ബോക്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ക്യാപ്ഷൻ കൊടുക്കേണ്ടത്? എ.
ഏതുമായിട്ട് ലിങ്ക് ചെയ്യണം? എ ആയിട്ട് ലിങ്ക് ചെയ്യണം. ഓക്കെ, ഇൻപുട്ട് ബോക്സ് റെഡിയായി. ഇനി നമ്മൾ ഒരു സ്ലൈഡറും കൂടി നമുക്ക് ആവശ്യമുണ്ട്, സ്ലൈഡർ എച്ച്. അപ്പോൾ നമ്മൾ സ്ലൈഡർ ടൂൾ സെലക്ട് ചെയ്തു, ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്തു. ബി ആണ് അവിടെ പേരിരിക്കുന്നത്, നമ്മളവിടെ ജസ്റ്റ് എച്ച് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഈ വാല്യൂ, മിനിമം വാല്യൂ മാക്സിമം വാല്യൂ വളരെ ചെറുതാക്കി മാറ്റണം. എച്ചിൽ ചെറിയ ഇൻക്രിമെൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മിനിമം വാല്യൂ മാക്സിമം വാല്യൂ -1 മതി. ഇൻക്രിമെൻറ്റ് 0.001. ഓക്കെ, എച്ച് റെഡിയായി. ഓക്കെ, നമുക്ക് വേണ്ട 2 സ്ലൈഡറും 2 ഇൻപുട്ട് ബോക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗ്രാഫിൻ്റെ മുകളിൽ 2 പോയിന്റ്സ് എടുക്കണം. ഏതൊക്കെ പോയിന്റ്സാ? പി ആൻഡ് ക്യൂ. പി ഇസ് എ എഫ് ഓഫ് എ. പി എ എഫ് ഓഫ് എ. എ ഇവിടെ 1 ആയതുകൊണ്ട് ആണ് പി 1 വന്നിരിക്കുന്നത്. ഓക്കെ, എക്സ് സ്ക്വയർ. എക്സ് ഇസ് 1, എക്സ് സ്ക്വയർ ഇസ് 1. സോ പി ഇസ് ദ പോയിന്റ് 1, 1. നമ്മുടെ എയുടെ വാല്യൂ മാറുമ്പോൾ നമ്മുടെ പി കർവിൻ്റെ മുകളിലൂടെ മൂവ് ചെയ്യും. ഓക്കെ, പി മൂവ് ചെയ്യുന്നത് കണ്ടോ? ഇനി നമുക്കൊരു പോയിന്റും കൂടി ആവശ്യമുണ്ട്. അതേതാ? ക്യൂ. ക്യൂ ഈക്വൽ ടു എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് എച്ച്. ക്യൂ ഈസ് എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഇൻപുട്ട് ബോക്സിൽ അതുപോലെ ടൈപ്പ് ചെയ്യുക, എൻറ്റർ കീ പ്രസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്യൂ റെഡിയായി. ക്യൂ എന്താണ്? എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഇനി നമുക്ക് ആവശ്യം പി ക്യൂ ജോയിൻ ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ നമ്മൾ ലൈൻ ടൂൾ എടുക്കണം. ഇവിടെയാണ് നമ്മുടെ ലൈൻ ടൂൾ. ഓക്കെ, ലൈൻ ടൂൾ സെലക്ട് ചെയ്യുക. ക്ലിക്ക് ഓൺ പി ആൻഡ് ക്യൂ. പി ക്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ലൈൻ വന്നു. ഇനി നമുക്ക് വേണ്ടത് പിയിലൂടെ പാസ് ചെയ്യുന്ന ടാൻജൻറ്റ് ലൈനാണ്. നമുക്കിതിൻ്റെ ലേബിൾ ഹൈഡ് ചെയ്ത് വെക്കാം. അതുപോലെ ഇതിൻ്റെ കളർ ഗ്രീൻ കളറാക്കിയിട്ട് മാറ്റാം. സീക്കൻ്റെ കളർ ഗ്രീൻ കളറാക്കി മാറ്റുവാന്നേ. ഓക്കെ, ഇനി നമുക്ക് ടാൻജൻറ്റ് വരക്കാം. പി എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജൻ്റാണ് വേണ്ടത്. ഇവിടെയാണ് നമ്മുടെ ടാൻജൻറ്റ് ടൂൾ ഇരിക്കുന്നത്. ടാൻജൻറ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ക്ലിക്ക് ഓൺ പി ആൻഡ് ഓൺ കർവ് എക്സ് സ്ക്വയർ. ഓക്കെ, പിയിൽ ക്ലിക്ക് ചെയ്യണം, എക്സ് സ്ക്വയറിൻ്റെ കർവിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ടാൻജൻറ്റ് കിട്ടും. ഈ ടാൻജൻറ്റ് ലൈൻ്റെ കളറൊന്ന് മാറ്റിയേക്കാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കാം. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്, കളർ ഞാൻ ബ്ലൂ കളറാക്കി മാറ്റാൻ പോവാണ്. ഇനി നമ്മൾ സീക്കൻഡ് ലൈനും ടാൻജൻറ്റ് ലൈനും ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഈ സ്ലൈഡർ എന്ന് പറഞ്ഞ ടൂളിൽ തന്നെയാണ് ചെക്ക് ബോക്സ് ഇരിക്കുന്നത്. ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യുക, ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വിൻഡോ വരും. നമ്മൾ സീക്കൻഡിനാണ് ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ ക്യാപ്ഷൻ സീക്കൻഡ് എന്ന് കൊടുക്കണം. നമ്മുടെ സീക്കൻഡ് ലൈൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സീക്കൻഡ് ലൈൻ ജോയിനിങ് പി ക്യൂ ആണ്. ജി അപ്ലൈ. സെക്കൻഡ് ലൈനിന് ചെക്ക് ബോക്സ് റെഡിയായി. അതിൻ്റെ കളർ നമുക്ക് ഗ്രീൻ കളർ തന്നെ കൊടുത്തേക്കാം. ഇനി ടാൻജൻറ്റ് ലൈനിന് ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ചെക്ക് ബോക്സ് ടൂൾ സെലക്ട്. ടാൻജൻറ്റിലുള്ള ചെക്ക് ബോക്സ് ആണ്. ടാൻജൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടാൻജൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലൈൻ ഐ ടാൻജൻറ്റ്. ടാൻജൻറ്റ് ഓഫ് എഫ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് പി. ഇത് സെലക്ട് ചെയ്യാം. അപ്ലൈ. ഇതിൻ്റെ കളർ നമുക്ക് ബ്ലൂ കളറാക്കി മാറ്റാം. ഡ്രാഗ് ചെയ്തിട്ട് നമുക്കിതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവെക്കാം. മൗസിൻ്റെ റൈറ്റ് സൈഡാണ് നമ്മൾ ഡ്രാഗ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. എയുടെ വാല്യൂ 1 ആക്കി മാറ്റാം. ഇനി നമുക്ക് സീക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പാണ് വേണ്ടത്. സ്ലോപ്പ് എം ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എച്ച്. ഇൻപുട്ട് ബോക്സിൽ എം ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് എന്ന് കൊടുക്കാം. എം ഈക്വൽ ടു 3. ഈ വാല്യൂ നമുക്ക് ഇവിടെ കാണണമെങ്കിൽ അതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചാൽ മതി. ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് എമ്മിനെ ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കണം. ഇത് നമ്മുടെ സീക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സീക്കൻഡ് ലൈനിന് ടെക്സ്റ്റ് ചെയ്യാം. ടെക്സ്റ്റ് അവിടെ ആഡ് ചെയ്യാം. അതിന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ടൂളാണ്. സ്ലോപ്പ് ഓഫ് സീക്കൻഡ് ലൈൻ. സ്ലോപ്പ് ഓഫ് സീക്കൻഡ്. ഓക്കെ, ലാറ്റക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും. ഇവിടെ ഇതെല്ലാം ഒന്നിച്ചുണ്ട്. അത് നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് വേണമെങ്കിൽ
ഇതുപോലെ ബാക്ക് സ്ലാഷ് കൊടുത്താൽ മതി. ഇവിടെ ഈ സ്പേസ് വരും. ബാക്ക് സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്പേസ് വരും. സ്ലോപ്പ് ഓഫ് സീക്കൻഡ്. കളറ് ചേഞ്ച് ചെയ്യാം. ടെക്സ്റ്റ് സൈസൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ബോൾഡ് ആക്കാം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ആപ്ലെറ്റിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് എ ആണ് നമുക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഈ ഡിസ്റ്റൻസ് എ, ഈ ഡിസ്റ്റൻസ് എഫ് ഓഫ് എ, ഇവിടുന്ന് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് എ പ്ലസ് എച്ച്, എച്ച് മാറുമ്പോൾ ക്യൂ മാറും. അപ്പോൾ ഇവിടുന്ന് ഈ കോർഡിനേറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് എ പ്ലസ് എച്ച്, എഫ് ഓഫ് എ പ്ലസ് എച്ച്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടത്, അതിന് ഇവിടെ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യണം. ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ എ എന്ന് ടൈപ്പ് ചെയ്യുക. ലാറ്റക്സ് ഫോർമുല ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാറ്റക്സ് ഫോർമുലയിൽ എ നല്ല ഭംഗിയായിട്ട് വരും. എ കൊടുക്കാം. ഇനി അടുത്ത ഞാൻ എഫ് ഓഫ് എ വേണം. എ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഇവിടെ വന്നു. ഈ ഡിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് എടുക്കുന്നത്. അടുത്തത് ടെക്സ്റ്റ് എനിക്ക് എഫ് ഓഫ് എ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് വേണം. ടൂൾ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ എഫ് ഓഫ് എ എന്ന് കൊടുക്കാം. ഓക്കെ, എഫ് ഓഫ് എ ഇവിടെ വന്നു. അതുപോലെ എഫ് ഓഫ് എ പ്ലസ് എച്ച് വേണം. ഇവിടെ നമുക്ക് ഈ പോയിന്റും കൂടി എടുക്കാം. A0 എന്ന് പറയുന്ന പോയിന്റാണ്. A0 ഇപ്പോൾ എക്സ് ആക്സിൻ്റെ മുകളിൽ വരുന്ന പോയിന്റ് A0 എന്ന് പറയുന്ന പോയിന്റ് വരും. അതുപോലെ വൈ ആക്സിൻ്റെ മുകളിൽ 0 എഫ് ഓഫ് എ. അതുപോലെ തന്നെ എക്സ് ആക്സിൻ്റെ മുകളിൽ എ പ്ലസ് എച്ച് 0, വൈ ആക്സിൻ്റെ മുകളിൽ വരുന്ന 0 എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഈ 4 പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലൈൻ സെഗ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലൈൻ സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിക്കുക. ക്ലിക്ക് ഓൺ ദിസ് പോയിന്റ് എ ആൻഡ് പി, then P and B, then click on C and Q, Q and D. അപ്പോൾ നമുക്ക് ലൈൻ സെഗ്മെൻറ്റ് കിട്ടി. അതിൻ്റെ കളറും സ്റ്റൈലും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈ JKIN അതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാം. അതൊക്കെ ഇവിടെ കാണും. എ എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ ലേബിൾ നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ ലേബിൾ ഹൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് വന്നു. ഇതാണ് നമ്മുടെ ആപ്ലെറ്റ്. ഇപ്പോൾ നമ്മുടെ ആപ്ലെറ്റ് റെഡിയായി. ഇപ്പോൾ ഇത് നമ്മൾ സേവ് ചെയ്ത് വെക്കണം. ഫയൽ എടുക്കുക, സേവ്. ലാബ് 14 ആപ്ലെറ്റ്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആപ്ലെറ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി ചെയ്യുമ്പോൾ അത് നല്ല രസകരമായിട്ട് തോന്നും. നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ആപ്ലെറ്റ് റെഡിയാക്കണം. വളരെ ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കറിയാവുന്ന ടൂൾസ് മാത്രമേ നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. സ്ലൈഡർ ഉണ്ടാക്കാൻ നമുക്കറിയാം. ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനറിയാം. ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനറിയാം. അതുപോലെ തന്നെ പിന്നെന്താ നമ്മൾ ഉപയോഗിച്ചത്? ലൈൻ ടൂൾ ഉപയോഗിച്ചു, ടാൻജൻറ്റ് ടൂൾ ഉപയോഗിച്ചു, ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാൻ നമുക്ക് അറിയാം. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയുള്ള ആപ്ലെറ്റാണ്. ഇപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ആപ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ആക്ടിവിറ്റി 14.1 നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. സെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് എ ഈക്വൽ ടു 1. അത് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചു. ആപ്ലെറ്റ് നമ്മളെടുത്ത ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് സ്ക്വയർ. ഈ എവിടെ 1 ഇൻപുട്ട് ബോക്സിൽ 1 കൊടുത്തിട്ടുണ്ട്. ഷോ ദ ടാൻജൻറ്റ് ലൈൻ ആൻഡ് സീക്കൻറ്റ് ലൈൻ. ടാൻജൻറ്റ് ലൈനും സീക്കൻറ്റ് ലൈനും വരച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ആപ്ലെറ്റിൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്രാജുവലി ചേഞ്ച് ദ വാല്യൂ ഓഫ് എച്ച് ഫ്രം 1 to 0. സ്ലൈഡർ എച്ച് ചേഞ്ച് ചെയ്യണം ഫ്രം 1 to 0. And observe the secant line. What happens to it as h approaches 0? Secant line വരുന്ന മാറ്റമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. When h tends to 1 to 0, what happens to the secant line? Similarly, change the value of h from -1 to 0 and observe the secant line. What happens to it as h approaches 0?
വാട്ട് ഹാപ്പൻസ് ടു ദ സീക്കൻഡ് ലൈൻ അറ്റ് h ഈക്വൽ ടു 0? h 0 ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സീക്കൻഡ് ലൈനിന് എന്ത് പറ്റും? ഓക്കെ, അതും കൂടി നമ്മൾ ഒബ്സർവ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇവിടെ 3 കാര്യങ്ങളാണ്. h ടെൻസ് ടു 0 ഫ്രം 1 ടു 0, h ഫ്രം -1 ടു 0, h ഈക്വൽ ടു 0. Now, since the coordinates of P are a f of a and q are a plus h f of a plus h, the slope of secant line is m equal to f of a plus h minus f of a by h. We can find it using input command m equal to f of a plus h minus f of a by h. ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? Observe the change in m as h approaches 0 from left and right. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. h tends to 0 from left side, h tends to 0 from right side. അപ്പോൾ m എന്താ സംഭവിക്കുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യണം. Find the number to which m approaches in each case. m ഏതിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്, m ഏത് നമ്പറിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്, അത് നമ്മൾ കണ്ടുപിടിക്കണം. Hence find slope of the tangent at P11. ആ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് m ആണ് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പായിട്ട് വരുന്നത്. ആ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്തു നോക്കാം. ഇതാണ് നമ്മൾ റെഡിയാക്കി വെച്ച ആപ്ലെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എച്ചിനെ 1 to 0ലേക്ക് ടെൻഡ് ചെയ്യണം. ഓക്കെ, എച്ച് അപ്രോച്ചിങ് ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഗ്രീൻ കളർ ലൈൻ ഈ ബ്ലൂ കളർ ലൈനിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതായത് നമ്മുടെ സീക്കൻഡ് ലൈൻ ടാൻജൻറ്റ് ലൈനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് കാണാം നമുക്ക്. എച്ച് ഈസ് ടെൻഡിങ് ടു 0. 0 കടന്ന് അപ്പുറത്തേക്ക് പോയി. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എച്ചിനെ 0ലേക്ക് കൊണ്ടുപോകാം. നൗ എച്ച് ഇസ് -1, എച്ച് ഇസ് ടെൻഡിങ് ടു 0 ഫ്രം ലെഫ്റ്റ് സൈഡ്. ഇപ്പോൾ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് പിയിലേക്ക് അപ്രോച്ച് ചെയ്യും. അന്നേരം ഈ സീക്കൻഡ് ലൈൻ ടാൻജൻറ്റ് ലൈനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് കാണാം. എച്ച് ഇസ് ടെൻഡിങ് ടു 0 ഫ്രം ലെഫ്റ്റ് സൈഡ്. സീക്കൻഡ് ലൈൻ ടാൻജൻറ്റ് ലൈൻ രണ്ടും ഒരേ ലൈനായിട്ട് മാറുന്നത് കാണാം. 0 ആയിട്ടില്ല, ഇവിടെ തൊട്ടടുത്ത് വന്നു. സീക്കൻഡ് ലൈനാണ് മൂവ് ചെയ്യുന്നത്, അത് ഈ ടാൻജൻറ്റ് ലൈനിൻ്റെ തൊട്ടടുത്തേക്ക് വന്നു. ഓക്കെ, സോ വെൻ എച്ച് ടെൻസ് ടു 0 ഫ്രം റൈറ്റ് സൈഡ്, സീക്കൻഡ് ലൈൻ അപ്രോച്ചസ് ടു ടാൻജൻറ്റ് ലൈൻ. സോ വെൻ എച്ച് ടെൻസ് ടു 0 ഫ്രം ലെഫ്റ്റ് സൈഡ്, സീക്കൻഡ് ലൈൻ അപ്രോച്ചസ് ടു ടാൻജൻറ്റ് ലൈൻ. ഇനി എച്ച് 0 ആയിക്കഴിഞ്ഞാൽ എന്താകും നമുക്ക് നോക്കാം. എച്ചിൻ്റെ വാല്യൂ 0. ഓക്കെ, ഇപ്പോൾ ഇവിടെ സീക്കൻഡ് ലൈന് കാണുന്നില്ല അല്ലേ? എന്തുകൊണ്ടാണ് സീക്കൻഡ് ലൈന് കാണാത്തത്? ഇപ്പോൾ ഇവിടെ പി ക്യൂ എന്ന് പറഞ്ഞാൽ 2 പോയിന്റ്സ് ഇല്ല. ക്യൂ കോയിൻസൈഡ്സ് വിത്ത് പി. ഓക്കെ, ഇവിടെ ഒറ്റൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ, പി എന്ന് പറഞ്ഞ പോയിന്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ സീക്കൻഡ് ലൈൻ എന്താണ്? വിച്ച് ഇസ് എ ലൈൻ പാസിങ് ത്രൂ 2 പോയിന്റ്സ്. ഇപ്പോൾ 2 പോയിന്റ്സിൽ ഇത് ഇവിടെ ഒറ്റൊരു പോയിന്റ് ആയിട്ട് മാറി. അതുകൊണ്ടാണ് നമ്മുടെ സീക്കൻഡ് ലൈൻ ഇവിടെ കാണാത്തത്. വെൻ എച്ച് ഇസ് ഈക്വൽ ടു 0, സീക്കൻഡ് ലൈൻ വാനിഷസ്. ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് ഒബ്സർവ് ചെയ്യാം. വെൻ എച്ച് ഇസ് ഈക്വൽ ടു 0, എം ഇസ് അൺഡിഫൈൻഡ്. സ്ലോപ്പിൻ്റെ വാല്യൂ ഇവിടെ അൺഡിഫൈൻഡ് ആണ്. എച്ച് 0, ഡിനോമിനേറ്റർ 0 ആയി. എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ചിൽ ഡിനോമിനേറ്റർ 0 ആയി. അന്നേരം നമുക്ക് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ഉപയോഗിച്ച സ്ലോപ്പിൻ്റെ ഫോർമുല വെച്ചിട്ട് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. എച്ച് 0 ആകുന്ന സമയത്താണ് നമുക്ക് ടാൻജൻറ്റ് കിട്ടുന്നത്. പക്ഷെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്താണ്? അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എമ്മിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എടുത്തിട്ടാണ്. അതായത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എം ഓർ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച്. അതാണ് നമ്മുടെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ്. അത് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? അത് നമുക്ക് കിട്ടുന്നത് എച്ചിനെ 0ലേക്ക് ടെൻഡ് ചെയ്യണം. ഓക്കെ, വെൻ എച്ച് ടെൻസ് ടു 0, എം ഏത് വാല്യൂയിലേക്കാണ് ടെൻഡ് ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്ലോപ്പ് ഓഫ് സീക്കൻഡ് എം. വെൻ എച്ച് ടെൻസ് ടു 0, എം ടെൻസ് ടു, എമ്മിൻ്റെ വാല്യൂ ഒന്ന് ഒബ്സർവ് ചെയ്തേ. ഇവിടെ നോക്കിയേ 2.01. ഓക്കെ, അപ്പോൾ അത് എം ഇവിടത്തേക്കാണ് ടെൻഡ് ചെയ്യുന്നത് 2 എന്ന് പറഞ്ഞ വാല്യൂയിലേക്കാണ്. ഇപ്പോൾ എച്ച് ടെൻഡിങ് ടു 0 ഫ്രം റൈറ്റ് സൈഡ്. എച്ച് ഞാൻ ഇവിടത്തേക്ക് കൊണ്ടുപോകുന്നത് റൈറ്റ് സൈഡിൽ നിന്നാണ്. സോ വെൻ എച്ച് ടെൻസ് ടു 0 പ്ലസ് എം ടെൻസ് ടു 2. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊണ്ടുപോകാം. വെൻ എച്ച് ടെൻസ് ടു 0 ഫ്രം ലെഫ്റ്റ് സൈഡ്, എമ്മിൻ്റെ വാല്യൂ ഒബ്സർവ് ചെയ്യണേ.
എമ്മിൻ്റെ വാല്യൂ എവിടത്തേക്കാണ് പോകുന്നതെന്ന് നോക്കിയേ 1.94 1.95 1.99 അപ്പോൾ ഇവിടത്തേക്കാ ഈ എമ്മിൻ്റെ വാല്യൂ പോകുന്നത് 2ലേക്ക് എം ഇസ് ടെൻഡിങ് ടു 2 വെൻ എച്ച് ടെൻസ് ടു 0 ഫ്രം ലെഫ്റ്റ് സൈഡ് എം ടെൻസ് ടു 2 സിമിലർലി വെൻ എച്ച് ടെൻസ് ടു 0 ഫ്രം റൈറ്റ് സൈഡ് എം ടെൻസ് ടു 2 റൈറ്റ് സൈഡിൽ നിന്ന് വരുമ്പോഴും 2ലേക്ക് പോകും ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുമ്പോഴും എമ്മിൻ്റെ വാല്യൂ 2ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ലിമിറ്റിംഗ് വാല്യൂവിനെയാണ് നമ്മൾ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പായിട്ട് എടുക്കുന്നത് എച്ച് 0 ആയി കഴിഞ്ഞാൽ എം അൺഡിഫൈൻഡ് സോ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് അതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് അറ്റ് എ എന്ന് വിളിക്കുന്നത് നമ്മളെങ്ങനെ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഡാഷ് ഓഫ് എ എഫ് ഡാഷ് ഓഫ് എ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ ചെയ്യാനുള്ളൂ എമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടി വെൻ എച്ച് ടെൻസ് ടു 0 എം ഇസ് ടെൻഡിങ് ടു 2 ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ആൻസർ കിട്ടി ഇനി നമുക്കതിൻ്റെ ഒബ്സർവേഷൻ എഴുതാം അല്ലേ ഒബ്സർവേഷൻസ് ഓഫ് ആക്ടിവിറ്റി 14.1 What happens to the secant line as h tends to 0? As h tends to 0, secant line approaches the tangent line at P. Okay, ഇത് നമ്മൾ നേരത്തെ ആപ്ലെറ്റിൽ കണ്ടു when h tends to 0, green line, blue line ലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് കണ്ടില്ലേ secant line approaches to tangent line. Why the slope of the secant line vanishes when h equals 0? When h equals to 0, Q coincides with P. So secant line is not defined. Hence it vanishes. So it is not possible to find the slope of the tangent directly. How can we find the slope of the tangent line? Slope of tangent is the limiting case of slope of the secant line as h tends to 0. What is the slope of tangent to the curve f of x equal to x square at 1, 1? എന്താ നമ്മൾ കണ്ടുപിടിച്ച സ്ലോപ്പ് നമുക്ക് എന്താ കിട്ടിയത് 2. Slope of tangent to the curve f of x equal to x square at 1, 1 equal to 2. ഇതും കൂടി ഒന്ന് നോട്ടിൽ എഴുതി വെച്ചേക്കണം slope of tangent line is the limit of slope of secant line as h tends to 0 വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ് that is limit h tends to 0 f of a plus h minus f of a by h. This limit if it exists ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ് നമ്മൾ ലിമിറ്റിൻ്റെ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട് അല്ലേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാവണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം അത് രണ്ടും ഈക്വൽ ആയിരിക്കണം ഓക്കെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ വാല്യൂ ഫൈനൈറ്റ് റിയൽ നമ്പർ ആയിരിക്കണം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ വാല്യൂ ഫൈനൈറ്റ് റിയൽ നമ്പർ ആയിരിക്കണം അത് മാത്രമല്ല അത് രണ്ടും ഈക്വൽ ആവണം എന്നാൽ മാത്രമേ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ ദിസ് ലിമിറ്റ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഈസ് കോൾഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ എഫ് ഡാഷ് ഓഫ് എ. So slope of tangent at x equal to a that is equal to f dash of a that is equal to limit h tends to 0 f of a plus h minus f of a by h. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റാണ് നമ്മൾ ഫസ്റ്റ് ഇയർ ചാപ്റ്റർ 13 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ചാപ്റ്ററിൽ ഇത് പഠിക്കും അതുപോലെ സെക്കൻഡ് ഇയറിൽ 5th ചാപ്റ്ററിൽ നമ്മൾ ഇത് വരുന്നുണ്ട് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് വരുന്നുണ്ട് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് സെക്കൻഡ് ഇയർ 6th ചാപ്റ്ററിലും നമ്മൾ ഈ കൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ ഇസ് എഫ് ഡാഷ് ഓഫ് എ ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച്. ഇപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ ടാൻജൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഡെഫിനിഷൻ ഓഫ് ടാൻജൻറ്റ് ടു എ കർവ് tangent to the curve y equal to f of x at the point P a f of a is the line passing through P and having slope f dash of a if it exists. ഇതാണ് നമ്മുടെ ടാൻജൻറ്റിൻ്റെ ഡെഫിനേഷൻ ലൈൻ വിച്ച് പാസസ് ത്രൂ പി എ എഫ് ഓഫ് എ ആൻഡ് ഹാവിങ് സ്ലോപ്പ് എഫ് ഡാഷ് ഓഫ് എ ഇഫ് ദിസ് സ്ലോപ്പ് എക്സിസ്റ്റ് ഈ സ്ലോപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം ഏത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച്. ഇപ്പോൾ ഈ ഡെഫിനേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. ആക്ടിവിറ്റി 14.2 ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ്. Procedure. Using the above applet, find the slope of tangent to the curves given below at the given points. Using the concept that the slope of the tangent is the limiting case of slope of a secant. Okay.
അപ്പോൾ ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. നമ്മൾ ഓൾറെഡി 14.1 നോക്കി. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഇസ് ലിമിറ്റിംഗ് കേസ് ഓഫ് സ്ലോപ്പ് ഓഫ് സീക്കൻഡ്. സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ഇസ് ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് a പ്ലസ് h മൈനസ് f ഓഫ് a ബൈ h. ആ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ y ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് അറ്റ് 1 1. Second one y equal to root x at 4 2. Third one y equal to x cube at x equal to minus 1. Fourth one y equal to x cube at 0 0. Now y equal to sin x at 0 0. Y equal to sin x at x equal to pi by 2. അപ്പോൾ നമുക്കിത് നമ്മുടെ ആപ്ലെറ്റിൽ ചെയ്തു നോക്കാം. നമ്മുടെ ആപ്ലെറ്റ് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഫംഗ്ഷൻ റൂട്ട് ഓഫ് എക്സ്. അപ്പോൾ അവിടെ നമ്മൾ ഫംഗ്ഷൻ്റെ ഇൻപുട്ട് ബോക്സിൽ SQRT x എന്ന് എൻറ്റർ ചെയ്യണം. അതുപോലെ എയുടെ വാല്യൂ 1 എന്ന് എൻറ്റർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടും. ഞാനിവിടെ ടാൻജൻറ്റ് സീക്കൻഡ് ലൈൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് മാത്രം ഇവിടെ കാണാം. ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ മുകളിലിരിക്കുന്ന 2 പോയിന്റ്സ് P ആൻഡ് Q. ഇപ്പോൾ ഇവിടെ വരുന്ന സീക്കൻഡ് ലൈൻ ഒന്ന് നമുക്ക് നോക്കിയേക്കാം. സീക്കൻഡ് ലൈൻ വിച്ച് പാസസ് ത്രൂ P ആൻഡ് Q. When h tends to 0 from left side, Q tends to P. h 0 ആകുന്ന സമയത്ത് സീക്കൻഡ് ലൈൻ വാനിഷ് ചെയ്യും. സീക്കൻഡ് ലൈൻ ഉണ്ടാകത്തില്ല, കാരണം ഒറ്റൊരു പോയിന്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി നമ്മൾ ടാൻജൻറ്റ് ലൈൻ എടുത്തേക്കാം. Tangent through the point P. When h tends to 0 from right side, this line, secant line, approaches to tangent line. നമുക്കൊന്ന് വേണമെങ്കിൽ ഒബ്സർവ് ചെയ്തേക്കാം. ഇതാ കണ്ട, ഇവിടെ ടാൻജൻറ്റ് ലൈൻ മാത്രമായി മാറി h 0 എന്ന സമയത്ത്. When h tends to 0 from left side, secant line approaches to tangent line. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ലോപ്പ് ഒബ്സർവ് ചെയ്യണം. ഈ വാല്യൂ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. എമ്മിൻ്റെ വാല്യൂ എന്താ ചേഞ്ച് ആവുന്നത്? When h tends to 0 from right side, m tends to 0.46. ഇത് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. നോക്കി, ഏത് വാല്യൂയിലേക്കാണ് m പോകുന്നത്? m is tending to 0.5. ഓക്കെ, ഇപ്പോൾ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവ് വാല്യൂ ആയി. When h tends to 0 from left side, 0ലേക്ക് ടെൻഡ് ചെയ്യാണ് ഫ്രം ലെഫ്റ്റ് സൈഡ്. h is minus 0.07. Then m tends to 0.5. hന്റെ വാല്യൂ 0യുടെ അടുത്തേക്ക് പോവാണ്. m tends to 0.5. h ഇവിടെ മാറിക്കൊണ്ടിരിക്കുവാണ്. m is tending to 0.5. So here slope of tangent equal to 0.5. Slope of tangent equal to limit h tends to 0 slope of secant, that is equal to 0.5. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ 0.5. ഇപ്പോൾ ഒബ്സർവേഷൻ ബുക്കിൽ 0.5 എന്ന് എഴുതണം. അപ്പോൾ നമ്മൾ ലാബിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പേ ഇതുപോലെ ടേബിൾ റെഡിയാക്കിയിട്ട് പോകണം. കേവ് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ വരുന്ന കേവും പിന്നെ ആ പോയിന്റും കൂടി എഴുതിയേക്കുക. സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. ഇപ്പോൾ ആദ്യത്തെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ഇവിടെ കിട്ടിയത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഈക്വൽ ടു 0.5. ഇനി അടുത്ത പ്രോബ്ലം f ഓഫ് എക്സ് ഇസ് റൂട്ട് എക്സ് എക്സ് ഈക്വൽ ടു 4. ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ 6 പ്രോബ്ലംസ് ആണ് ഇരിക്കുന്നത്. ഇപ്പോൾ 6 പ്രോബ്ലംസും ടേബിളിൻ്റെ അകത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ഇതിൽ ഫില്ല് ചെയ്യാം. സെക്കൻഡ് പ്രോബ്ലം റൂട്ട് എക്സ് എക്സ് ഇസ് ഈക്വൽ ടു 4. എയുടെ വാല്യൂ 4 ആണ് എടുക്കേണ്ടത്. എച്ചിനെ കൊണ്ടുപോയിട്ട് 1ലേക്ക് വെക്കാം. When h tends to 0 from right side, m ൽ വരുന്ന മാറ്റം ഒന്ന് ഒബ്സർവ് ചെയ്യുക. 0.24, ms 0.244. h is tending to 0 from right side. m ഏത് വാല്യൂലോട്ടാണ് പോകുന്നത്? 0.25. m is tending to 0.25. ഓക്കെ, പിയും ക്യൂ ഇവിടെ കോയിൻസൈഡ് ചെയ്തിട്ടില്ല, ചെറിയ വ്യത്യാസമുണ്ട്. h ഇവിടെ 0.02 ആണ്. സോ m is tending to 0.25. Now h tends to 0 from ലെഫ്റ്റ് സൈഡ്. എച്ചിൻ്റെ വാല്യൂ ഇപ്പോൾ -1 ആണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ 0ലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത് എച്ചിനെ. എമ്മിൻ്റെ വാല്യൂ ഒബ്സർവ് ചെയ്തേ. m is tending to 0.25. m is tending to 0.25. So slope of tangent equal to 0.25. അടുത്ത ഫംഗ്ഷൻ x ക്യൂബ്. f of x is x cube. x cap 2 എന്ന് ഇൻപുട്ട് ബോക്സിൽ എൻ്റർ ചെയ്യണം. a is equal to -1. ഇതാണ് നമ്മുടെ കേവ്. ഫംഗ്ഷൻ്റെ x ക്യൂബിൻ്റെ കേവ് ആണിത്. പി ക്യൂ 2 പോയിന്റ്സ് ഇവിടെ കാണാം. പി ഇവിടെയായിരിക്കുന്നത് a f of a, ഇത് a പ്ലസ് എച്ച് f of a പ്ലസ് എച്ച്. എമ്മിൻ്റെ വാല്യൂ ഒബ്സർവ് ചെയ്യാം. നമുക്കിവിടെ ടാൻജൻറ്റ് ലൈന് സീക്കൻഡ് ലൈൻ എടുക്കാം. Secant line passes through P and Q.
When h tends to 0 from right side, q നോക്കി പിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. വാട്ട് ഇസ് എം? എമ്മിൻ്റെ വാല്യൂ ഏത് വാല്യൂയിലേക്കാണ് പോകുന്നതെന്നൊന്ന് നോക്കിയേക്കണം. 2.6. When h tends to 0 from right side, m is tending to 3. ഓക്കെ, 3ലോട്ടാണ് ഈ വാല്യൂ ടെൻഡ് ചെയ്യുന്നത്. When h tends to 0 from left side, എമ്മിൻ്റെ വാല്യൂ ഒന്ന് ഒബ്സർവ് ചെയ്യാം. m is tending to 3. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് വരുമ്പോഴും 3ലോട്ടാണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് h വരുമ്പോഴും എമ്മിൻ്റെ വാല്യൂ പോകുന്നത് 3ലോട്ടാണ്. Slope of tangent equal to 3. Now next function is f of x is x cube and a is equal to 0. Same function തന്നെയാണ്, എയുടെ വാല്യൂ മാത്രമേ മാറുന്നുള്ളൂ. a is equal to 0. നമ്മുടെ ബ്ലൂ ലൈൻ ഇവിടെ എക്സ് ആക്സിന്റെ മുകളിലാണ് കാണുന്നത്. പി ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ടാൻജന്റ് വരുന്നത് എക്സ് ആക്സിസ് തന്നെയാണ്. പിയിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് ലൈൻ എക്സ് ആക്സിസ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലോപ്പിൽ വരുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. h is tending to 0 from right side. എമ്മിൻ്റെ വാല്യൂ എവിടത്തേക്ക് ടെൻഡ് ചെയ്യുന്നു നോക്കിയേ. 0.017. m is tending to 0. When h tends to 0 from right side, m tends to 0. Now consider h tends to 0 from left side. Left side നിന്ന് 0ലേക്ക് h ടെൻഡ് ചെയ്യുന്ന സമയത്ത് എമ്മിൻ്റെ വാല്യൂവിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കാം. സീക്കൻഡ് ലൈൻ അപ്രോച്ചിങ് ടു ടാൻജന്റ് ലൈൻ, എം ഇസ് ടെൻഡിങ് ടു 0. m tends to 0. So slope of tangent equal to 0. ഇവിടെ ടാൻജന്റ് ലൈൻ എക്സ് ആക്സിസ് തന്നെയാണ്. എക്സ് ആക്സിസിന്റെ സ്ലോപ്പ് tan 0 which is equal to 0. ഇൻപുട്ട് ബോക്സിൽ സൈൻ എക്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. a equal to 0. ടാൻജന്റ് ലൈൻ ആൻഡ് secant line. When h tends to 0, secant line approaches to tangent line. When h tends to 0 from left side, secant line approaches to tangent line. ഇനി നമുക്ക് എം സ്ലോപ്പ് ഒബ്സർവ് ചെയ്യാം. സ്ലോപ്പ് ഓഫ് സീക്കൻഡ് ഒബ്സർവ് ചെയ്യാം. വെൻ h tends to 0 from right side, m tends to, എമ്മിൻ്റെ വാല്യൂ ഒന്ന് ഒബ്സർവ് ചെയ്തേ. m is tending to 1.985. m is tending to 1. When h tends to 0 from left side, m is tending to 1. എമ്മിൻ്റെ വാല്യൂ 1ലേക്ക് ടെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. സോ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഈക്വൽ ടു 1. സ്പ്രെഡ്ഷീറ്റിൽ നമുക്കിത് വേണമെങ്കിൽ വീവ് ചെയ്യാം. സ്പ്രെഡ്ഷീറ്റ് എടുക്കാം. എം ആയിട്ട് കണക്ട് ചെയ്യണം. എമ്മിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റെക്കോർഡ് ടു സ്പ്രെഡ്ഷീറ്റ്, റോ ലിമിറ്റ് 10. ഈ ലിമിറ്റ് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഇവിടെ ഇപ്പോൾ 10 മതി. 10 എടുത്തിട്ടുണ്ട്, ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഈ സ്ലൈഡർ മാറ്റുന്ന സമയത്ത് അവിടെ റെക്കോർഡ് ചെയ്ത് വരും. അവസാനത്തെ 10 ഒബ്സർവേഷൻ അവിടെ റെക്കോർഡ് ചെയ്ത് വരും. When h tends to 0 from right side, m is tending to 1. When h tends to 0 from left side, കടന്ന് അപ്പുറത്തേക്ക് പോയാൽ h tends to 0 from left side, m is tending to 1. hനെ നമുക്ക് 1ൽ കൊണ്ടുവെക്കാം. അടുത്ത എയുടെ വാല്യൂ π/2. π/2 ഇതുപോലെയാണ് ഇൻപുട്ട് ബോക്സിൽ എൻ്റർ ചെയ്യേണ്ടത്. π/2. എക്സ് ആക്സിൻ്റെ സ്കെയിലിംഗ് നമുക്ക് മാറ്റാം. എക്സ് ആക്സിസ് ഡിസ്റ്റൻസ് എടുക്കാം, π/2 എടുക്കാം. ഈ ഡിസ്റ്റൻസ് മാറി, π/2, π3, π/2 ആയിട്ട് മാറി. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ടാൻജന്റ് ലൈൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ടാൻജന്റ് ലൈൻ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട്. When h tends to 0, secant line approaches to tangent line. When h tends to 0 from left side, secant line approaches to tangent line. Now observe m. Slope ൽ വരുന്ന മാറ്റം ഒബ്സർവ് ചെയ്യാം. When h tends to 0 from right side, സ്ലോപ്പ് എവിടത്തേക്കാ ടെൻഡ് ചെയ്യുന്നത് നോക്കിയേ. 0.01 മൈനസ് ആയി ഇവിടെ എച്ചിൻ്റെ വാല്യൂ. റൈറ്റ് സൈഡിൽ നിന്ന് പോകുന്ന സമയത്ത്
When h tends to 0 from right side, m tends to 0. When h tends to 0 from left side, m tends to 0. So slope of tangent is 0. Activity 14.2 ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ചു. അത് ഇതുപോലെ ടേബിളിലേക്ക് മാറ്റണം. f of x is root x at a equal to 1. f dash of 1 equal to 0.5 or 1/2. f of x root x a equal to 4. f dash of 4 equal to 0.25 or 1/4. f of x cube a equal to -1. f dash of -1 is 3. f of x x cube a equal to 0. f dash of 0 equal to 0. f of x equal to sin x a equal to 0. f dash of 0 equal to 1. f of x equal to sin x a equal to pi/2. f dash of pi/2 equal to 0. അപ്പോൾ ടേബിളിൽ കംപ്ലീറ്റ് ചെയ്യുക. 14.2 ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കി.